കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് സിലബസ് മൊഡ്യൂൾ വൈസ് അനാലിസിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾറെഡി നമ്മൾ 8 ഇമ്പോർട്ടന്റ് മൊഡ്യൂൾസ് ഫിനിഷ് ചെയ്തിട്ടായിരുന്നു. നെക്സ്റ്റ് മൊഡ്യൂൾ 9th മൊഡ്യൂളാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ മൊഡ്യൂളിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രീവിയസ് സിലബസിന്റെ ഒരു ഡീറ്റെയിൽസിൽ പോകുമ്പോൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതും ഇപ്പോൾ ഈ ഒരു സിലബസിലെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ 9th മൊഡ്യൂളായിട്ട് വന്നിട്ടുള്ളത്. ദെൻ ഡിഗ്രിയുടെ ആണെങ്കിലും PG ആണെങ്കിലും സിലബസിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കണ്ടന്റ്സിന് കുറച്ചും കൂടി റെലവൻസ് വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് അവർ നെക്സ്റ്റ് മൊഡ്യൂൾ, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും PGക്കാണെങ്കിലും ആ എത്തിക്സിന്റെ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി, ഒരു നല്ല സ്റ്റഡി പ്ലാൻ എന്താണ്, ദെൻ ഏതൊക്കെയാണ് ബെസ്റ്റ് ബുക്സ്, സജസ്റ്റഡ് ബുക്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണം. സോ ഇങ്ങനെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് 1 by 1 ആയിട്ട് പോവാം. So this is Kiran CS. Once again, welcome back to KCS classes. മൊഡ്യൂൾ വൈസ് അനാലിസിസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു, കോർപ്പറേറ്റ് ഗവേണൻസും ബിസിനസ് എത്തിക്സും. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോ ബേസ്ഡ് ആണ്, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട് നമ്മുടെ കണ്ടന്റ്സിന് മുഴുവൻ. സോ നമ്മൾ ലോ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യണോ അല്ലെങ്കിൽ സെക്ഷൻസ് ഓർത്ത് വെക്കണോ, പല കാര്യങ്ങളും. സോ നമ്മുടെ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം അറിയേണ്ടതാണ് കോർ ആയിട്ടുള്ള ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ദെൻ ഈ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് വിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ അവിടെ ചാൻസ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു മൊഡ്യൂൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ദെൻ എത്തിക്സ് ആണെങ്കിലും അതോളം ബുദ്ധിമുട്ടിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരാം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് സാധ്യത അവിടെ കൂടുതൽ. ദെൻ ഇതിൽ പുതിയ അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വേറൊരു ഏരിയയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ മൊഡ്യൂളിലും പറയുന്നതാണ്, നമ്മുടെ കയ്യിൽ നിൽക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വളരെയധികം നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് 9th മൊഡ്യൂൾ. സോ നല്ല രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോവാം. സോ നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ്, ഈ ഒരു 9th മൊഡ്യൂളിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലോട്ട് പോവാം. മൊഡ്യൂൾ വൈസ് അനാലിസിസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മുടെ മൊഡ്യൂളിൽ കവർ ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ്, ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിലാണെങ്കിലും CSRന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലുണ്ട്. ദെൻ ലോ ആൻഡ് എത്തിക്സ്. സോ ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ നമ്മുടെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ബോഡി ആൻഡ് ദെയർ ഗോൾസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ പറ്റുന്ന സിലബസിലാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ MCOMന്റെ പഴയ സിലബസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ എത്തിക്സ് ആണെങ്കിലും ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും PGക്കാണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ദെൻ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ഗവേണൻസ്, ദെൻ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ദെൻ SEBI ഗൈഡ്ലൈൻസ്, clause number 49, reforms in the Companies Act, then insider trading, green governance, then CSR. പിന്നെയാണ് CSRലോട്ട് വരുന്നത്. സോ നമ്മൾ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലോട്ട് തന്നെ അല്ലെങ്കിൽ നോക്കുമ്പോൾ തന്നെ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ബിക്കോസ് നമ്മുടെ സിലബസ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്രെയിം വർക്കിന്റെ ഉള്ളിലുള്ളതാണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, നല്ല രീതിയിലെ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന്. ദെൻ ഇനി കൂടുതൽ CSR ആണ് ഇമ്പോർട്ടൻസ്. ഞാനാണെങ്കിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ CSR അണ്ടർ കമ്പനീസ് ആക്ട് 2013, സ്കോപ്പ്, റിലവൻസ്, ഇമ്പോർട്ടൻസ്, areas of CSR, arguments for and against CSR, then executive directors, independent directors, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ ആണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്, ദെൻ അപ്പോയിന്റ്മെന്റ്, റെമ്യൂണറേഷൻ, പവേഴ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഓഡിറ്റ് കമ്മിറ്റി, കോമ്പോസിഷൻ, പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, statutory officers, duties, board committee, responsibilities and powers, board meeting. Then അതിനുശേഷം പിന്നെ മുഴുവൻ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റോൾ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്, ലോ ആൻഡ് എത്തിക്സ്, എത്തിക്സ് ആൻഡ് വാല്യൂസ്,
ദെൻ ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ്. ഇത്രയാണ് നമ്മുടെ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു 80% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 75% എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസും ബാലൻസ് ഏരിയ ആണ്. 25% ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് വരാൻ സാധ്യത എത്തിക്സ് പോർഷനിൽ നിന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസിന്റെ ഡീറ്റെയിൽസ് പോയിട്ടുള്ളത്. സോ എത്തിക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് ഗവർണൻസ് ആയിരിക്കും ചിലപ്പോൾ വായിക്കുമ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ബോറടിക്കാനുള്ള സാധ്യത അങ്ങനെ വാസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ, എസ്പെഷ്യലി ഫ്രം എത്തിക്സ് ആണെങ്കിലും കോർപ്പറേറ്റ് ഗവർണൻസ് ആണെങ്കിലും. വീണ്ടും പറയുന്നു, നല്ല രീതിയിൽ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സിലബസ് കവർ ചെയ്യണമെങ്കിൽ, ഈ മൊഡ്യൂൾ കവർ ചെയ്യണമെങ്കിൽ ഏതാണ് നമുക്ക് ബെസ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ ബുക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. സോ മൂവിങ് ടു ബുക്ക് സജഷൻ. സജസ്റ്റഡ് ബുക്സിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഈ 9th മൊഡ്യൂൾ പ്രോപ്പർ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെയിനായിട്ട് 2 ബുക്സ് ആണ്. അതിൽ ആദ്യം പറയാനുള്ളത് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് BN ഘോഷിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഗൂഗിളിലാണെങ്കിലും അതിന്റെ PDF അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PDF അവൈലബിൾ ആണ്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പോർഷൻ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സോഴ്സ് ആണ് BN ഘോഷിന്റെ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ദെൻ AC ഫെർണാണ്ടോ എഴുതിയിട്ടുള്ള വേറൊരു ടെക്സ്റ്റും കൂടി ഉണ്ട് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു സജഷൻ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. AC ഫെർണാണ്ടോയുടെ ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവർണൻസ് ഞാൻ ഫസ്റ്റ് സജഷൻ നിങ്ങൾ ഫോളോ ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. BN ഘോഷിന്റെ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. സോ ഇതാണ് 2 ബുക്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ ഏതാണ് ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്നുള്ളത് കാണാം. ഓക്കെ, സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കമ്പയറിംഗ് വിത്ത് ഏർലി മൊഡ്യൂൾസ് അത്രത്തോളം ടൈം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് തിയറി ആണ്. അതുമാത്രമല്ല എത്തിക്സ് ഏരിയ, CSR ഏരിയ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വായിച്ച് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്നാലും ഞാനൊരു ടോട്ടൽ 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അത് ഒറ്റയടിക്ക് നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 20 ഡേയ്സ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ മേജർ ഏരിയാസ് ഫിനിഷ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ദെൻ ഒരു 10 ഡേയ്സ് എത്തിക്സ് ഫിനിഷ് ചെയ്യാനും CSRന്റെ പെൻഡിങ് ഉള്ള ഏരിയാസ് ഫിനിഷ് ചെയ്യാനും മാറ്റി വയ്ക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടൈം കുറെ സേവ് ചെയ്യാൻ പറ്റും. ദെൻ എപ്പോഴും പറയുന്നതാണ് 30 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഒരു സബ്ജക്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകരുത്. ഒരു ദിവസം ഒരു 3-4 സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു സബ്ജക്റ്റിന് 1.5 hours 2 hours സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എല്ലാ വീഡിയോയിലും പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാ. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആരും മറക്കരുത്. ഓക്കെ, ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിലാദ്യം എനിക്ക് വന്നുള്ള ഭൂരിഭാഗം കോഴ്സിൽ GST റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൂ എന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ വൈസ് അനാലിസിസിന് ശേഷം ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യുക GST റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സജസ്റ്റഡ് ബുക്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോ മൊഡ്യൂളിലും സെപ്പറേറ്റ് പറയാറുണ്ട്. പക്ഷേ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാത്രം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ 2 കാര്യങ്ങളും ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 9th മൊഡ്യൂൾ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിന്റെ സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസ്, സജസ്റ്റഡ് ബുക്സ്, ദെൻ ഇതിന്റെ ഒരു പെക്യുലാരിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നാളെ 10th മൊഡ്യൂൾ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിന്റെ ഡീറ്റെയിൽ അനാലിസിസുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.